നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് ഓരോ ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഗൂഗിളിലൂടെ ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അതിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ലിങ്ക് റീഡയറക്റ്റ് ആയതുകൊണ്ട് മറ്റു വെബ്സൈറ്റിലേക്ക് പോകും. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ ലിങ്കിൽ ആ വെബ്സൈറ്റിന് പകരം അത് മറ്റൊരു ലിങ്കിലേക്ക് കയറി റീഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പലപ്പോഴും അത് തേർഡ് പാർട്ടി വെബ്സൈറ്റുകളായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അല്ലെങ്കിൽ അതിലേക്ക് റീഡയറക്റ്റ് ആയി പോകുന്നതോടുകൂടി നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോകും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാകും, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടും. കാരണം നിങ്ങളുടെ ഡാറ്റ മറ്റൊരു തേർഡ് പാർട്ടി വെബ്സൈറ്റ് കൂടി നിങ്ങളുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഗൂഗിൾ തന്നെ അത് നമുക്ക് മാറ്റം വരുത്താനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ റീഡയറക്റ്റ് ആയി പോകുന്നത് നമുക്ക് ഒഴിവാക്കി കൃത്യമായി നമ്മൾ ഉദ്ദേശിക്കുന്ന വെബ്സൈറ്റിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗൂഗിൾ കൊണ്ടുവന്ന ഒരു സെറ്റിങ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ഓൺ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ആണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റകൾ നിങ്ങളറിയാത്ത ചോർന്നു പോവുകയും നിങ്ങളുടെ അക്കൗണ്ടുകൾ കാലിയാകാനൊക്കെ കാരണമാകും. അപ്പോൾ അതിങ്ങനെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. ഈ സെറ്റിങ്സ് പല ആളുകൾക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് 3 ഡോട്ട് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ സെറ്റിങ്സ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് നിങ്ങൾ നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം യൂസ് സെക്യൂർ DNS എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ DNS എന്ന് പറഞ്ഞാൽ ഡൊമൈൻ നെയിം സെർവർ എന്നാണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിങ്ങളുടെ ഫോണിനകത്ത് ഇതുപോലെ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗം ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇതായിരിക്കും നിങ്ങളുടെ ഫോണിനകത്ത് സേവ് ആയിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് നേരെ താഴെ ഭാഗത്ത് രണ്ടാമത്തെ ഓപ്ഷൻ കാണുന്ന ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കാണാം കസ്റ്റമൈസ് എന്നൊരു ടെക്സ്റ്റ് കാണാൻ സാധിക്കും. ഇതിന് നേരെ അവസാനത്തിൽ താഴെ ഭാഗത്തേക്ക് ഒരു അരോ മാർക്ക് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസുകൾ കാണും. ഗൂഗിൾ പബ്ലിക് DNS എന്നോ ക്ലൗഡ് ഫ്ലെയർ എന്നും ഓപ്പൺ DNS എന്നും ക്ലീൻ ബ്രൗസിംഗ് ഫാമിലി ഫിൽറ്റർ എന്നും കാണാൻ സാധിക്കും. ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലൗഡ് ഫ്ലെയർ 1.1.1. എന്നുള്ള ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിലൂടെ നമ്മൾ സാധാരണ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഗൂഗിളിലാണ്. ഗൂഗിൾ ക്രോമിലൂടെ നിങ്ങൾ എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നോ അത് കൃത്യമായ വെബ്സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. ഓർക്കുക, ഇങ്ങനെ DNS നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വെബ്സൈറ്റുകളും ചിലപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് വരില്ല. പല ആളുകളും പറയാറുണ്ട്, എൻ്റെ ഗൂഗിൾ ക്രോമിലൂടെ ഞാൻ ചില വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് DNS പ്രൈവറ്റ് എന്ന് കാണാൻ സാധിക്കും, എനിക്ക് വെബ്സൈറ്റിലേക്ക് കയറാൻ സാധിക്കുന്നില്ല എന്നുള്ള പല ആളുകളും പറയാറുണ്ട്. ഓർക്കുക, സെക്യൂർ അല്ലാത്ത വെബ്സൈറ്റിലേക്ക് ഇത് കൊണ്ടുപോകില്ല. ഒറിജിനൽ വെബ്സൈറ്റിലേക്കും അതുപോലെ തന്നെ ജെനുവിൻ ആണെന്ന് ഗൂഗിൾ കണ്ടെത്തിയ വെബ്സൈറ്റിലേക്ക് മാത്രമേ പ്രവേശിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പ്രശ്നം പലർക്കും സംഭവിക്കാറുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇതേ സ്ഥലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വന്നാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നേരത്തെ കണ്ട യൂസ് സെക്യൂർ DNS എന്ന് കാണുന്ന ഈ ഭാഗത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഈ ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ഏറ്റവും മുകളിൽ ആദ്യം കാണുന്ന യൂസ് യുവർ കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാ വെബ്സൈറ്റും ഓപ്പൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ സെക്യൂർ ആയിരിക്കില്ല എന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.